അന്ന് കൃത്യമായി പറഞ്ഞാൽ ജാനുവരി 6, 2019 ഹൈദരാബാദിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെ ഒരാൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നിറങ്ങി ബൈക്കിൽ രക്തക്കറയുള്ള ഡ്രസ്സും ചുറ്റികയും കയ്യിലൊരു കത്രികയും പിടിച്ച് പോകുന്നത് നൈബേഴ്സ് കാണുകയായിരുന്നു. ഇത് കണ്ട നൈബേഴ്സ് ഉടനെ തന്നെ ഓടിച്ചെന്ന ആ ഒരു വീട്ടിലോട്ട് കയറി നോക്കുമ്പോൾ അവിടെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു മേർഡർ നടന്നു കിടക്കുന്നതായിരുന്നു കണ്ടത്. ഉടനെ തന്നെ ഭവാനി നഗർ പോലീസ് സ്റ്റേഷനിലോട്ട് അവർ വിവരമറിയിക്കുകയാണ്. വിവരമറിഞ്ഞ പോലീസുകാരും സ്ഥലത്തോട്ടെത്തി. വളരെ ക്രൂരമായ ഒരു ക്രൈം സീനായിരുന്നു അവർ അവിടെ കണ്ടത്. നസീം അക്തർ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ബോഡി ആയിരുന്നു അവിടെ കിടക്കുന്നുണ്ടായിരുന്നത്. ആ സ്ത്രീയുടെ തലയിൽ ഇതേപോലെ തന്നെ ചുറ്റിക വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. കത്രിക ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയണം, ആ സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു സ്ക്രൂ ഡ്രൈവർ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ സ്ത്രീയുടെ കണ്ണ് ചൂഴ്ന്നെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അത്രത്തോളം ക്രൂരമായ ഒരു ക്രൈം സീനായിരുന്നു അത്. അപ്പോൾ ഇത്ര ബ്രൂട്ടലായിട്ട് ആ ഒരു സ്ത്രീയെ ആരാണ് കൊലപ്പെടുത്തിയത്? എന്തായിരുന്നു അതിനുള്ള കാരണം? ഹൈദരാബാദിലെ കോർട്ട് പറഞ്ഞത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണെന്നുള്ള തരത്തിലായിരുന്നു. അപ്പോൾ സത്യത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത്? അതുപോലെ തന്നെ പോലീസുകാർ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. പോലീസുകാർ അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്ത് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയാണ്. അപ്പോഴേതിനും ഫോറൻസിക് ടീമും ആ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവരും തെളിവുകളും മറ്റും ശേഖരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ഒരു രക്തക്കറ നിറഞ്ഞ ഡ്രസ്സോടുകൂടി അവിടെ നിന്നിറങ്ങി ആരാണെന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ ഈ സ്ത്രീ മരിച്ചു കിടന്നിരുന്നതിൻ്റെ അടുത്ത് ബെഡിൽ അവർ ഒരു ലെറ്റർ കാണുകയാണ്. ഈ സ്ത്രീയുടെ മരണത്തിന് ഉത്തരവാദി ആ സ്ത്രീയുടെ പേരൻസ് ആണെന്ന തരത്തിലുള്ള ഒരു ലെറ്റർ ആയിരുന്നു അത്. അങ്ങനെ പോലീസുകാർ നസീമിൻ്റെ പാരൻസിനെ കാണുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബോഡി ആദ്യമായിട്ട് കണ്ടത് നസീമിൻ്റെ ബ്രദർ ആയിരുന്നു. അപ്പോൾ അയാളെയും പോലീസുകാരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോഴാണ് എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലാകുന്നത്. അങ്ങനെ പോലീസുകാർ കുറ്റവാളിക്ക് വേണ്ടിയുള്ള വല വിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സ്റ്റാർട്ടിങ്ങിൽ താനല്ല ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം ചെയ്തത് എന്ന് അയാൾ പറഞ്ഞുവെങ്കിലും എല്ലാ തെളിവുകളും അയാൾക്കെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് അത് സമ്മതിക്കുകയല്ലാതെ വേറെ ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. ഹൈദരാബാദിലെ ഭവാനി നഗറിലുള്ള ഇമ്രാനുൽ ഹക്ക് എന്ന് പറയുന്ന 42-കാരനായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്തത്. അയാൾ ഈ ഒരു നസീമിൻ്റെ ഹസ്ബൻഡ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ വിവാഹം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞതായിരുന്നു. ഫാമിലി പറഞ്ഞുറപ്പിച്ച് നടത്തിയൊരു കല്യാണമായിരുന്നു. അതിനുശേഷം ഇവർക്ക് ആദ്യമായിട്ടൊരു പെൺകുഞ്ഞ് ജനിക്കുകയാണ്. അപ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ഡ്രൈവർ ജോലിക്കും മറ്റൊക്കെ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും നസീം പ്രഗ്നൻ്റ് ആവുകയാണ്. രണ്ടാമതും ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണ്. ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ അയാൾക്ക് എന്താ പറയുക, ചില മുഷിപ്പുകളും കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. നിനക്കൊരു ആൺകുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തരത്തിൽ വീട്ടിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും മറ്റും ഉണ്ടാവുകയാണ്. അങ്ങനെ ഇരിക്കെ നസീം വീണ്ടും പ്രഗ്നൻ്റ് ആവുകയാണ്. മൂന്നാമതും അവർക്ക് ഒരു പെൺകുഞ്ഞ് തന്നെയായിരുന്നു ജനിച്ചത്. ഇതുകൂടെ ആയപ്പോൾ പ്രശ്നങ്ങളുടെ ആ ഒരു മൂർച്ച കൂടുകയാണ്. വീട്ടിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ആ സ്ത്രീയെ ഉപദ്രവിക്കാനും മറ്റുമൊക്കെ തുടങ്ങി. അങ്ങനെ വീണ്ടും നസീം പ്രഗ്നൻ്റ് ആയി 4ാമത്തെ തവണ. ഈ സമയമെങ്കിലും ഒരു ആൺകുഞ്ഞായിരിക്കും തനിക്ക് ജനിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഇമ്രാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത്തവണയും അവർക്ക് ഒരു പെൺകുഞ്ഞ് തന്നെയായിരുന്നു ജനിച്ചത്. എനിക്ക് ഒരു ആൺകുട്ടിയെ തരാൻ നിന്നെക്കൊണ്ട് പറ്റില്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ചീത്തയും അടിയും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അതായത് ആ ഒരു വീട് നസീമിന് നരകതുല്യമായിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ മുൻപ് അയാൾ പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അയാൾ എന്താ പറയുക, പണിക്ക് പോകുന്നതൊക്കെ നിർത്തി വീട്ടിൽ വെറുതെ ഇരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നസീം ചെറിയ ചെറിയ ടൈലർ ജോബും കാര്യങ്ങളൊക്കെ ചെയ്ത് തൻ്റെ 4 കുട്ടികളെയും കഷ്ടപ്പെട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ പണിയെടുത്തുണ്ടാക്കുന്ന പൈസയും ഇയാൾ തല്ലുപിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഫുഡ് കഴിക്കാൻ പോലും ഒരു പൈസ ഇല്ലാത്ത സിറ്റുവേഷനിൽ നസീമിൻ്റെ ഫാമിലി ആയിരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അത് അയാൾക്കൊരു ഇതാവാൻ തുടങ്ങി. അപ്പോൾ എന്താ പറയുക, നസീമിൻ്റെ ഫാമിലിയുടെ കയ്യിൽ നിന്നും ഇയാളിങ്ങനെ പൈസ ആവശ്യപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. പല സമയത്തും നസീം ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അതായത് അച്ഛൻ്റെ അമ്മയുടെയും ബ്രദറിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഇയാൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു, ഈ പ്രശ്നമൊക്കെ ഒന്ന് നിർത്തുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ പ്രശ്നം കൂടുതൽ വഷളാവുകയല്ലാതെ അയാൾ അതിൽ നിന്നും പിന്മാറിയേയില്ല.
മകള് കുറച്ചെങ്കിലും സമാധാനത്തിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇവർ ചോദിക്കുമ്പോഴൊക്കെ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നത്. ഇത്തരത്തിലൊരു ക്രൂരനാണല്ലോ തങ്ങളുടെ മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് എന്നുള്ളൊരു ദുഃഖം അവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ 4 കുട്ടികളെയും കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് നസീം ഇങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിൻ്റെ ഇടയിൽ ഇമ്രാൻ വന്ന് വീണ്ടും പറയുകയാണ്, എനിക്ക് എന്തായാലും ഒരു ആൺകുഞ്ഞിനെ വേണം, നിന്നെ കൊണ്ട് എന്തായാലും അതിന് പറ്റില്ല, അപ്പോൾ ഞാൻ എന്തായാലും രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പോവാണ്, ആ സ്ത്രീയെങ്കിലും എനിക്കൊരു ആൺകുഞ്ഞിനെ തരുമെന്ന് ഈ ഒരു ഇമ്രാൻ വന്നിങ്ങനെ നസീമിൻ്റെ അടുത്ത് പറയുകയാണ്. നസീം അത് ആദ്യം എന്താ പറയുക അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല. എന്നാൽ അയാളത് ഫുൾ സീരിയസ് ആയിട്ടായിരുന്നു പറഞ്ഞത്. ഇതൊക്കെ കേട്ട നസീം ഇങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ അയാൾ രണ്ടാമത് കല്യാണം കഴിക്കുകയായിരുന്നു. വേറൊരു വീടെടുത്ത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ താമസിപ്പിച്ചു. എന്നിട്ട് ആൾ അവിടെയും കുടുംബം നടത്താനായിട്ട് തുടങ്ങി. ആദ്യമേ ഇയാൾ പണിക്കൊന്നും പോകാറില്ല. ഇപ്പം വേറൊരു കല്യാണം കൂടെ കഴിച്ചപ്പോൾ ആ ഒരു വീട്ടിലേക്കും ചിലവിന് പൈസ വേണം. അപ്പോൾ നസീമിൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും കാശ് ചോദിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു ടൈമിൽ നസീമിന് എവിടെ നിന്നില്ലാത്തൊരു ധൈര്യം വരികയാണ്. നിങ്ങളെന്തായാലും രണ്ടാമത്തെ വിവാഹം കഴിച്ചതല്ലേ, ആ ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് പൈസ ചോദിച്ചോ, എൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് പൈസ വാങ്ങിച്ചു തരാനായിട്ട് പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറയുകയായിരുന്നു. ഇത് കൂടെ ആയപ്പോൾ അയാൾക്ക് എന്താ പറയുക കൂടുതൽ ദേഷ്യം വരികയാണ്. ഇത്രയും നാൾ എൻ്റെ അടിമയെ പോലെ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ കിടന്നിരുന്ന ഒരാളിപ്പോൾ എനിക്ക് എതിരെ സംസാരിക്കാനും മാത്രം വളർന്നു എന്നുള്ളൊരു മൈൻഡിൽ അയാൾ ആ ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ വീണ്ടും ഡ്രൈവർ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കാറ് വാങ്ങാനായിട്ട് ആൾ തീരുമാനിക്കുകയാണ്. എന്നാൽ ആളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യ ഭാര്യയായിട്ടുള്ള നസീമിൻ്റെ അടുത്ത് നിന്നിട്ട് കാറ് വാങ്ങണേന് എന്താ പറയുക ആദ്യത്തെ ഒരു ഗഡുവായിട്ട് 30,000 രൂപ വേണം, അത് നീ നിൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് തരാനായിട്ട് പറയുകയായിരുന്നു. എന്നാൽ നസീം ആ ഒരു സമയത്ത് എൻ്റെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ഇനി പൈസ വാങ്ങി തരാൻ പറ്റില്ല എന്നുള്ളത് മുഖത്ത് നോക്കി തീർത്ത് പറയുകയായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ സ്ത്രീധനായിട്ട് അധികമൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതായിട്ട് കണക്കാക്കിയാൽ മതി, എനിക്ക് പൈസ ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സ്ത്രീ വീണ്ടും ഇയാളുടെ അടുത്ത് പറയുകയാണ്, പൈസ വേണമെന്നുണ്ടെങ്കിൽ പണിക്ക് പോകണം, അല്ലാണ്ട് എന്താ പറയുക ഭാര്യയുടെ വീട്ടിൽ നിന്നുള്ള പൈസ കൊണ്ട് വെച്ചിങ്ങേറ്റല്ല ജീവിക്കേണ്ടത്. അങ്ങനെ ഇവർക്കിടയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഇതുകൂടെ ആയപ്പോൾ ഇയാൾ കൂടുതൽ ക്ഷുഭിതനായി. അപ്പോൾ ഇവളെ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു ചിന്ത അയാളുടെ ഉള്ളിലോട്ട് വരികയാണ്. അങ്ങനെ 2019 ജൂൺ 6-ാം തീയതിയായി. അപ്പോൾ അന്നത്തെ ദിവസം ഇമ്രാൻ ഇതേപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് കുട്ടികളോട് എല്ലാവരോടും അമ്മയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് പറഞ്ഞ് അവരെ അമ്മയുടെ വീട്ടിലോട്ട് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ നസീമും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കും എൻ്റെ വീട്ടിൽ പോകണം, എന്നെ അമ്മ കുറേ നാളായി വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന ടൈമിൽ ഇയാൾ നസീമിനോട് പറഞ്ഞു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് പൊക്കോളാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വിശന്ന് വന്നിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇവർ നേരെ കിച്ചണിൽ പോയിട്ട് നേരെ ഫുഡ് ഉണ്ടാക്കുകയാണ്. ഏകദേശം ഒരു 5 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. ഇയാളുടെ മൈൻഡിലുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നസീമിനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസും സാധനങ്ങളൊക്കെ അയാൾ സെറ്റാക്കി വെക്കുകയായിരുന്നു. അതായത് ഒരു ചുറ്റിക, പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു കത്രിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അയാൾ ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ആ ഒരു ടൈമിൽ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ കാറ് വാങ്ങാനായിട്ട് ഈ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് ആ ഒരു കത്രിക വെച്ച് കഴുത്തിൽ കുത്തി, അതിനുശേഷം ആ ഒരു സ്ത്രീ ഒച്ച വെച്ച് തുടങ്ങുമ്പോഴത്തേനും ആ ഒരു ചുറ്റിക വെച്ച് തലക്കടിക്കുകയായിരുന്നു. അതിനുശേഷം കത്രിക ഉപയോഗിച്ച് ആ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്തു, പിന്നീട് പല ഭാഗത്ത് കുത്തിപ്പരിക്കേൽപ്പിച്ചു. എന്തിനേറെ പറയുന്നു, പ്രൈവറ്റ് പാർട്ടിൽ ഒരു സ്ക്രൂ ഡ്രൈവർ വരെ കുത്തിക്കയറ്റുന്ന അത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അയാൾ അവിടെ നടത്തിയത്. അതിനുശേഷം ആ ഒരു ചുറ്റികയും അതുപോലെ തന്നെ എന്താ പറയുക ആ കത്രികയും കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി പോവുകയായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചയായിരുന്നു ബാക്കിയുള്ള നൈബേഴ്സും ആ ഒരു ടൈമിൽ അങ്ങോട്ട് വന്ന ഇവരുടെ ബ്രദറും കണ്ടിട്ടുണ്ടായത്. അയാൾ അവിടെ നിന്ന് നേരെ തൻ്റെ സെക്കൻഡ് വൈഫുള്ള സ്ഥലത്തോട്ടായിരുന്നു പോയത്. അവിടെ വെച്ചിട്ട് ആൾ ഈ ടൂൾസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി അവിടെ നിന്ന് ആൾ എസ്കേപ്പ് ആകാൻ പോകുന്ന ആ ഒരു ടൈമിൽ പോലീസുകാരെത്തി അയാളെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. പിന്നീട് അയാളെ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ ഈ കേസ് കുറച്ച് വർഷങ്ങൾ നടന്നു. അതിനുശേഷം ഈ ഒരു കേസ് അപൂർവമായിട്ടുള്ളൊരു കേസാണെന്ന് കോടതി കണക്കാക്കി ഇയാൾക്ക് വധശിക്ഷ നൽകുകയായിരുന്നു. പിന്നെ 10,000 രൂപ ഫൈനും വിധിച്ചു. അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീധന പീഡനത്തിൻ്റെ കേസിൽ ആൾക്ക് 2 വർഷം തടവും അതേപോലെ തന്നെ 5,000 രൂപ ഫൈനും കൂടെ ഇതിൻ്റെ ഒപ്പം വിധിക്കുകയായിരുന്നു. ഇമ്രാൻ്റെ ലോയർ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കൃത്യം നടക്കുന്ന സമയത്ത് അയാളുടെ തലയ്ക്ക് സ്ഥിരതയില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു ടൈമിൽ അയാൾ മെൻ്റലി ഇല്ലായിരുന്നു എന്നായിരുന്നു ആ ഒരു അഡ്വക്കേറ്റ് പറഞ്ഞത്. എന്നാൽ കോടതി ചോദിച്ചത് അങ്ങനെ മെൻ്റലി ഇല്ലായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് 4 കുട്ടികളെയും വീട്ടിലോട്ട് പറഞ്ഞയക്കുന്നതും അതുപോലെ തന്നെ വൈഫിനെ കിച്ചണിലോട്ട് വിടുന്നതും പിന്നീട് ഇത്ര ക്രൂരമായിട്ട് കൊലപാതകം ചെയ്യുന്നതും പ്ലാൻ ചെയ്തിട്ട് ഇത്രയും പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. കോടതിയുടെ കണ്ണിൽ ഇതൊരു വെൽ പ്ലാൻഡ് മർഡർ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നസീമിൻ്റെയും ഇമ്രാൻ്റെയും സ്റ്റോറിയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.